بسم الله الرحمن الرحيم. الحمد لله. اللهم صل على محمد وعلى كل والصحابة أجمعين. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട സൂറത്തുകളും ആയത്തുകളും നാം നേരത്തെ വിവരിച്ചു. ഇനി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ചില ദിക്റുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്റുകൾ വിവരിക്കാം. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ശകത്ത് മാ തൽഖാ ഫി യദിഹാ മിനർ റഹാ, അരി പൊടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസുംകല്ല് കയ്യിൽ പിടിച്ചിങ്ങനെ വരുതിയിട്ട് കൈക്ക് വേദനയുണ്ട് എന്ന് വിഷമം ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ ഒരിക്കൽ പരാതി പറയുകയുണ്ടായി. അങ്ങനെ ഫാത്തിമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ചെന്നു. നബി തങ്ങളോട് ഒരു സേവകനെ വേണം എനിക്ക് നബിയെ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ, നബി തങ്ങളോട് സേവകനെ ആവശ്യപ്പെടാൻ വേണ്ടി നബി തങ്ങളുടെ വീട്ടിലേക്ക് പോയപ്പോൾ മുത്തുനബി അവിടെ ഉണ്ടായിരുന്നില്ല. ഫാത്തിമ ബീവി വിഷയം ഒരു സേവകനെ വേണം, എന്റെ കൈയൊക്കെ വേദനിക്കുന്നുണ്ട്, അരി പൊടിച്ചിട്ടും മറ്റുമൊക്കെ ആസുംകല്ല് പിടിച്ചിട്ട്, അത് ആയിഷ ബീവിയോട് ഫാത്തിമ ബീവി പറഞ്ഞു. നബി തങ്ങൾ അവിടെ ഇല്ലായിരുന്നു. നബി തങ്ങൾ വന്നപ്പോൾ ആയിഷ ബീവി ഈ വിവരം മുത്തുനബിയോട് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ ഇതൊക്കെ കേട്ടതിനു ശേഷം അതാ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഫാത്തിമ ബീവി പറയാണ്, ഫജാഅനാ വഖദ് അഖദ്നാ മലാജിഅനാ, ഞങ്ങൾ കിടക്കാൻ വേണ്ടി വിരിപ്പിലെത്തിയ സമയത്താണ് മുത്തുനബി ഞങ്ങളെ അരികിലേക്ക് വരുന്നത്. ഫദഹബ്തു അഖൂം, ഉപ്പച്ചി വന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി പോയി. വാപ്പ വരുമ്പോ മക്കൾ എഴുന്നേറ്റ് നിൽക്കും. നബി തങ്ങൾ പറഞ്ഞു, മക്കാനക്കി, അവിടെ തന്നെ ഇരുന്നു കൊള്ളൂ, എഴുന്നേൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ ഫജലസ ബൈനനാ, ഞങ്ങൾ രണ്ടാളും ഇടയും വിരിപ്പില് ഞങ്ങൾക്കിടയിലായിട്ട് നബി തങ്ങൾ ഇരുന്നു. ഹത്താ വജത്തു ബർദ ഖദമൈഹി അലാ സ്വദിരി, നബി തങ്ങളുടെ രണ്ട് കാൽപാദം എന്റെ ശരീരത്തോട് മുട്ടിക്കൊണ്ടാണ് അവിടുന്ന് ഇരിക്കുന്നത്. അവിടുത്തെ കാൽപാദത്തിന്റെ തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടു. ഇരുന്നു കൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, അലാ അദുല്ലുകുമാ അലാ മാ ഹുവ ഖൈറുൽ ലകുമാ മിൻ ഖാദിം, ഒരു സേവകനെ നിങ്ങൾക്ക് ഞാൻ തരുന്നതിനേക്കാളും ഏറ്റവും ഉത്തമമായ ഒരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഇദാ അവൈതുമാ ഇലാ ഫിറാശികുമാ, നിങ്ങൾ നിങ്ങളുടെ വിരിപ്പിലേക്ക് ചേർന്നാൽ, നിങ്ങൾ അഖദ്തുമാ മലാജിഅകുമാ, നിങ്ങൾ നിങ്ങളുടെ കിടപ്പറയെ പിടിച്ചാൽ, ഫകബ്ബിറാ സലാസൻ വസലാസീന, നിങ്ങൾ രണ്ടുപേരും കിടപ്പറയിലെത്തിയാൽ നിങ്ങൾ 33 വട്ടം അല്ലാഹു അക്ബർ പറയണം. വസബ്ബിഹാ സലാസൻ വസലാസീന, 33 വട്ടം നിങ്ങൾ സുബ്ഹാനല്ലാഹ് പറയണം. വഹ്മദാ സലാസൻ വസലാസീന, 33 വട്ടം നിങ്ങൾ അൽഹംദുലില്ലാഹ് പറയണം. ഫഹാദാ ഖൈറുൽ ലകുമാ മിൻ ഖാദിം, അത് നിങ്ങൾക്ക് ഒരു ഖാദിമിനേക്കാളും ഒരു സേവകനെ നിങ്ങൾക്ക് വെച്ചു തരുന്നതിനേക്കാളും ഉത്തമമാണ്. ശുഅബ റളിയല്ലാഹു അൻഹു പറയാണ്,
അവിടെ നബിതങ്ങൾ സുബ്ഹാനല്ലാഹ് 34 തവണ പറഞ്ഞിട്ടുണ്ട്, 33 അല്ല. വിവിധ റിപ്പോർട്ടുകൾ വിവിധ രീതിയിലുണ്ട്. ഏതായിരിക്കട്ടെ, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. അതിലൊരു റിപ്പോർട്ടില് സുബ്ഹാനല്ലാഹ് 34 എന്നുണ്ട്. ചില റിപ്പോർട്ടില് വേറെയും ചില മാറ്റങ്ങൾ പറഞ്ഞു കേൾക്കാം. ഏതായിരിക്കട്ടെ, സേവകനെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞു കൊടുത്തത് ഇതാണ്. അപ്പൊ ഉറങ്ങാൻ കിടക്കുമ്പോ ഇത് ചൊല്ലിയാൽ ഇപ്പൊ സേവകനെ കിട്ടുമോ? ഇതിൽ നിന്നും ചില പണ്ഡിതന്മാര് പറയുന്നത്, ആരോഗ്യം ഈ ദിക്റ് ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 വീതം അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് 34 വീതം ചൊല്ലിയാൽ അവനക്ക് ശരീരത്തിന് ഒരു സേവകനെ നിർത്തുന്നതിനേക്കാളും ആരോഗ്യവും വിഷമങ്ങൾ നീങ്ങലും പ്രയാസങ്ങൾ പോവലും കയ്യിന് സുഖം ലഭിക്കലുമൊക്കെ ലഭിക്കുന്നതാണ് എന്ന് ഇതിനാൽ ലഭിക്കും. എന്താണ് അതിന്റെ ഒക്കെ അർത്ഥം? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നെന്ന് ഉറക്കൊരു മരണമാണ്. അതിനു മുമ്പ് 33 വട്ടം മനസ്സ് തട്ടിക്കൊണ്ട് അല്ലാഹുവേ നീ മഹത്തായവനാണ്, പരിശുദ്ധനാണ് എന്നിങ്ങനെ മനസ്സിൽ തട്ടിക്കൊണ്ട് പറയുന്നത് അല്ലാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. ഒരു സുബ്ഹാനല്ലാഹ് 10 ഹസനത്ത് ചുരുങ്ങിയത് ലഭിക്കും. അപ്പോൾ 33 വട്ടം ചൊല്ലിയാൽ എത്ര ലഭിക്കും? 33 × 10 300 ചില്ലാനം 330 ഹസനത്ത് ലഭിക്കും. അതുപോലെ 34 ആണെങ്കിൽ 340. 34 അൽഹംദുലില്ലാഹ് എന്നത് മനസ്സിൽ തട്ടി പറയണം. അല്ലാഹുവേ നിനക്ക് സർവസ്തുതിയും, അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന വാചകം പറയുമ്പോൾ നമുക്ക് എത്ര അനുഗ്രഹങ്ങളെ അള്ളാഹു പകലും രാത്രിയുമായി തന്നു. ആ ആകാശ ഭൂമിയിലെ സർവാനുഗ്രഹങ്ങളും തന്നു. നമ്മുടെ ശരീരത്തിൽ ആരോഗ്യവും മറ്റും തന്നു. നമ്മുടെ അവയവങ്ങൾ തന്നു, കണ്ണ് തന്നു, ചെവി തന്നു, മക്കളെ തന്നു, നടക്കാൻ കാല് തന്നു, ഭക്ഷണം തന്നു, വായു തന്നു, ശ്വസിക്കാന് മൂത്രമൊഴിക്കാനുള്ള സംവിധാനം തന്നു. ഇതൊക്കെ മുട്ടിയാൽ നമുക്ക് എത്ര പൈസ ചെലവാക്കിക്കൊണ്ടാ നമ്മൾ അതിന്റെ പരിഹാരം കാണുക. വൃക്ക തന്നു, എല്ലാം തന്നത് അൽഹംദുലില്ലാഹ് എന്ന് അള്ളാഹുവിനെ സ്തുതിച്ച് അനുഗ്രഹത്തിന് നന്ദി ചെയ്യുമ്പോൾ ലഇൻ ശകർതും ലഅസീദന്നക്കും, ശുക്ർ ചെയ്താൽ ഞാൻ ആ ആരോഗ്യവും ഖുവ്വത്തൊക്കെ വർദ്ധിപ്പിക്കുമെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്. അവൻ നിങ്ങളുടെ ആരോഗ്യമൊക്കെ വർദ്ധിപ്പിക്കാൻ നല്ലതാണെന്ന് മുത്തനബിയുടെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും മഹത്വമുള്ളവൻ, എനിക്കൊന്നുമല്ല എന്ന ആ വചനം നാം ഇങ്ങനെ 33 തവണ പറയുമ്പോ 33, 33, 34 അപ്പൊ എത്ര തവണയായി? 33, 33, 66. പിന്നെ മറ്റേത് 34 ആണെങ്കിൽ 100 തവണ ആ ദിക്റ് പൂർത്തിയാവുകയാണ്, ചൊല്ലുകയാണ്. അതിന്റെ വലിയ മഹത്വമാണത്. അള്ളാഹുവിനെ പുകഴ്ത്തലുണ്ട്. അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹത്തിന് മുഴുവനും നന്ദിയായി അവനെ സ്തുതിക്കലുണ്ട്. അവന്റെ മഹത്വങ്ങളും ബഹുമാനങ്ങളും പറയലുണ്ട്. അള്ളാഹു വലിയവനാണെന്ന് പറയലുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ദിക്റുകൾ ചൊല്ലിക്കൊണ്ടങ്ങ് ഉറങ്ങിയാല് എന്തൊരു സന്തോഷമായിരിക്കും, അള്ളാഹുവിന് എന്തൊരു തൃപ്തിയായിരിക്കും. ആ ദിക്റും ചൊല്ലങ്ങ് ഉറങ്ങി മരിച്ചാലും അള്ളാഹുവിന്റെ പൊരുത്തത്തോടെയുള്ള മരണമായിരിക്കില്ലേ. അള്ളാഹു നമുക്ക് മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കാനും ഉറങ്ങുമ്പോൾ ഈ ദിക്റ് ചൊല്ലാനും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.